നമസ്കാരം. സ്പിരിച്വൽ ഗുരുവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നിങ്ങൾക്കുള്ള പ്രപഞ്ചശക്തിയുടെ ഇന്നത്തെ സന്ദേശം എന്താണെന്നുള്ളത് നോക്കാം. അപ്പോൾ ഇവിടെ നിങ്ങളോടൊപ്പമുള്ള ഒരാളുടെ കള്ളത്തരം അല്ലെങ്കിൽ അവർ നിങ്ങളിൽ നിന്നും മറച്ചു വെച്ച ഒരു കാര്യം, അതിൻ്റെ മറ നീങ്ങി നിങ്ങൾക്ക് മുന്നിൽ വരുന്ന ഒരു എനർജിയാണ് കാണുന്നത്. ഇപ്പോൾ നിങ്ങളോടൊപ്പമുള്ള ഏതെങ്കിലും ഒരു വ്യക്തി നിങ്ങളിൽ നിന്നും എന്തെങ്കിലും മറച്ച് പിടിച്ചിട്ടുണ്ടോ എന്ന ഒരു തോന്നൽ പലർക്കും ഉണ്ടായിരിക്കാം. അവരുടെ വാക്കുകളിലും പ്രവൃത്തികളിലും എന്തെങ്കിലുമൊക്കെ പൊരുത്തക്കേട് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാവാം. അവർ നിങ്ങളിൽ നിന്നും എന്തൊക്കെയോ ഒളിപ്പിക്കുന്നുണ്ടല്ലോ എന്ന ഒരു സംശയം പലർക്കും ശക്തമായിട്ട് ഉണ്ടായിരിക്കാം. അപ്പോൾ ഇവിടെ പ്രപഞ്ചം നിങ്ങളോട് പറയുന്നത്, നിങ്ങളുടെ ഉള്ളിലെ ആ ഒരു തോന്നലും സംശയങ്ങളുമൊക്കെ സത്യമാണെന്നുള്ളതാണ്. ചില സത്യങ്ങൾ നിങ്ങൾക്ക് മുന്നിൽ വെളിപ്പെടാനുള്ള ആ ഒരു സമയം ആയിരിക്കുന്നു എന്നുള്ളതാണ്. ഇവിടെ പ്രപഞ്ചം നിങ്ങളോട് പറയുന്നുണ്ട്, സത്യം എത്ര മറച്ചു വെച്ചാലും ഒരു കാലത്ത് അത് വെളിച്ചത്തിലേക്ക് വരും എന്ന്. ഇവിടെ ചില സത്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കാനുള്ള ആ ഒരു സമയം ആയിരിക്കുന്നു എന്നുള്ളതാണ് കാണുന്നത്. ഇവിടെ ഈ ഒരു വ്യക്തിയുടെ കള്ളത്തരങ്ങൾ ഒരുപക്ഷെ മറ്റ് വ്യക്തികളിൽ നിന്നായിരിക്കാം നിങ്ങൾ അറിയുന്നത്, അല്ലെങ്കിൽ ആ വ്യക്തിയുടെ തന്നെ പരസ്പര വിരുദ്ധമായിട്ടുള്ള പെരുമാറ്റത്തിലൂടെ തന്നെ നിങ്ങൾക്ക് ബോധ്യപ്പെടാം. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് മുന്നിൽ മറഞ്ഞിരിക്കുന്ന ചില കാര്യങ്ങൾക്ക് വളരെ വേഗത്തിൽ ഒരു വ്യക്തത വന്ന് ചേരുന്ന ഒരു സാഹചര്യമാണ് കാണുന്നത്. അതേപോലെ തന്നെ ഇവിടെ നിങ്ങളിൽ പലർക്കും ജീവിതത്തിൽ എന്തെങ്കിലും കാര്യം മുന്നോട്ട് പോവാതെ സ്റ്റക്കായിട്ട് നിൽക്കുന്നത് പോലുള്ള ഒരു ഘട്ടമാണ് ഇപ്പോൾ ഉള്ളതെങ്കിൽ ഇവിടെ പ്രപഞ്ചം നിങ്ങളോട് പറയുന്നത്, ഏത് കാര്യത്തിലാണോ നിങ്ങൾ സ്റ്റക്കായിട്ട് നിൽക്കുന്നത് ആ ഒരു കാര്യത്തെ വേറെ ഒരു കണ്ണിലൂടെ കാണുക എന്നുള്ളതാണ്. അതായത് നിങ്ങളുടെ നിലവിലെ കാഴ്ചപ്പാടിൽ മാറ്റങ്ങൾ വരുത്തുക എന്നുള്ളതാണ്. ഇപ്പോൾ റിലേഷൻഷിപ്പിലുള്ള വ്യക്തികളാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ ആ ഒരു ബന്ധത്തിൽ നിങ്ങൾ കൊടുക്കുന്ന ആത്മാർത്ഥതയും സത്യസന്ധതയും വളരെ വലുതായിരിക്കാം. പക്ഷേ നിങ്ങൾ കൊടുക്കുന്നത് പോലെ തിരികെ ഒന്നും തന്നെ അവരിൽ നിന്നും നിങ്ങൾക്ക് കിട്ടുന്നില്ലായിരിക്കാം. പക്ഷെ എന്നാലും ആ ഒരു വ്യക്തിയെ വിട്ടുകളയാതെ നിങ്ങൾ പിടിച്ച് നിർത്തുന്നുണ്ടായിരിക്കാം. അപ്പോൾ ഇവിടെ നിങ്ങളിൽ പല ആളുകളും റിലേഷൻഷിപ്പിൽ ഒരു സ്റ്റക്ക് എനർജിയിൽ നിൽക്കുന്നതായിട്ടാണ് കാണുന്നത്. അതായത് അവരെ വിട്ടു പോവാനും നിങ്ങൾക്ക് കഴിയുന്നില്ല, എന്നാൽ ആ ഒരു ബന്ധത്തിൽ പഴയതുപോലെ സന്തോഷത്തോടെ തുടരാനും നിങ്ങൾക്ക് കഴിയാത്ത ഒരു അവസ്ഥ. അപ്പോൾ ഇവിടെ ഈ ഒരു സാഹചര്യമാണ് നിങ്ങൾക്ക് ഉള്ളതെങ്കിൽ ഇവിടെ പ്രപഞ്ചം നിങ്ങളോട് പറയുന്നത്, വളരെ ശാന്തമായിട്ട് ആ ഒരു സാഹചര്യത്തെ നിങ്ങൾ നിരീക്ഷിക്കുക. നിങ്ങളുടെ നിലവിലുള്ള കാഴ്ചപ്പാടിൽ നിന്നും വ്യത്യസ്തമായിട്ട് നിങ്ങൾ ചിന്തിക്കുക. അപ്പോൾ അവിടെ നിങ്ങളിനി എന്താണ് ചെയ്യേണ്ടത് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നതാണ്. ഇവിടെ ഈ ഒരു എനർജിയിൽ നിന്നും പലരും മുന്നോട്ട് പോകുന്നതായിട്ടാണ് കാണുന്നത്. കൂടാതെ ഇവിടെ നിങ്ങളിൽ പലരുടെയും മനസ്സും ചിന്തയും ഇപ്പോൾ വളരെ വേഗത്തിൽ പ്രവർത്തിക്കുന്ന ഒരു എനർജി കാണുന്നുണ്ട്. അതായത് എന്തെങ്കിലും കാര്യത്തിൽ പെട്ടെന്ന് തീരുമാനങ്ങൾ എടുക്കണമെന്നുള്ള ചിന്തയോ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കാര്യത്തെക്കുറിച്ച് പെട്ടെന്നൊരു ഐഡിയ നിങ്ങൾക്ക് ഉണ്ടാവുകയും പക്ഷേ അതിനെക്കുറിച്ച് കൂടുതലായിട്ട് ആലോചിക്കുന്നതിന് പകരം അവിടെ പ്രവർത്തിക്കണം എന്നുള്ള ഒരു തോന്നൽ നിങ്ങൾക്ക് ഉണ്ടാവുന്നതോ ആയിട്ടുള്ള ഒരു എനർജി നിങ്ങളിൽ പലരിലും ഇപ്പോൾ ഉണ്ടായിരിക്കാം. എന്നാൽ ഇവിടെ പ്രപഞ്ചം നിങ്ങളോട് പറയുന്നത്, നിങ്ങളിലെ ഈ ഒരു എനർജിയും ആത്മവിശ്വാസവും വളരെ നല്ലതാണ്. അത് കാര്യങ്ങൾ വേഗത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് നിങ്ങളെ സഹായിക്കുന്നതാണ്. പക്ഷേ അതോടൊപ്പം തന്നെ നിങ്ങളിൽ ക്ഷമയും വ്യക്തമായിട്ടുള്ള ചിന്താഗതിയും ഉണ്ടെങ്കിൽ അവിടെ നിങ്ങൾക്കൊരു തെറ്റ് സംഭവിക്കാതെ, ഒരു തെറ്റിദ്ധാരണ ഉണ്ടാവാതെ കാര്യങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് നിങ്ങൾക്ക് കഴിയും എന്നുള്ളതാണ്. അതായത് നിങ്ങളിൽ ഇപ്പോഴുള്ള വേഗതയോടൊപ്പവും ആത്മവിശ്വാസത്തോടൊപ്പവും ക്ഷമയും
വ്യക്തമായിട്ടുള്ള ചിന്താഗതിയും ഉണ്ടാവുക എന്ന് പ്രപഞ്ചം നിങ്ങളോട് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ നിങ്ങളിൽ പലരും മറ്റുള്ളവരുടെ വികാരങ്ങളെ വളരെ ആഴത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്ന ആളുകളാണെന്ന് കാണുന്നുണ്ട്. അതായത് മറ്റുള്ളവരുടെ പ്രശ്നങ്ങളായാലും സങ്കടങ്ങളായാലും അവർ നിങ്ങളോട് പറയുന്നതിന് മുൻപ് തന്നെ നിങ്ങൾക്കത് മനസ്സിലാക്കാനായിട്ട് കഴിയാറുണ്ടെന്നുള്ളതാണ്. ഇവിടെ മറ്റുള്ളവരെ സപ്പോർട്ട് ചെയ്യാനും അവരെ ആശ്വസിപ്പിക്കാനുമൊക്കെ കഴിയുന്ന വ്യക്തികളാണ് നിങ്ങൾ എന്നുള്ളതാണ് കാണുന്നത്. കൂടാതെ ഇവിടെ നിങ്ങളിൽ പല ആളുകളും നിങ്ങൾക്ക് ചുറ്റുമുള്ളവരുമായിട്ട് ചെറിയ രീതിയിലുള്ള ഒരു വാക്കുതർക്കത്തിലോ അഭിപ്രായ വ്യത്യാസത്തിലോ സംഘർഷത്തിലോ ഒക്കെ ഏർപ്പെട്ടിരിക്കുന്ന ഒരു എനർജി കാണുന്നുണ്ട്. അതൊരു പക്ഷേ നിങ്ങളുടെ ജോലിസ്ഥലത്തുള്ളവരുമായിട്ടോ നിങ്ങളുടെ കുടുംബത്തിലുള്ളവരുമായിട്ടോ ഒക്കെ ആയിരിക്കാം. ഇപ്പോൾ ഏതെങ്കിലും ഒരു വിഷയത്തിൽ എല്ലാവർക്കും പല അഭിപ്രായങ്ങളായിരിക്കാമുള്ളത്. അതിനാൽ തന്നെ നിങ്ങളുടെ അഭിപ്രായത്തെ കേൾക്കാനോ അംഗീകരിക്കാനോ ആരും തയ്യാറാവുന്നില്ലായിരിക്കാം. അതുപോലെ തന്നെ തിരിച്ച് നിങ്ങളും മറ്റുള്ളവരെ കേൾക്കാനോ അവരുടെ അഭിപ്രായങ്ങളെ അംഗീകരിക്കാനോ ഒന്നും തയ്യാറാവുന്നില്ലായിരിക്കാം. അപ്പോൾ അവിടെ ഒരു വാക്കുതർക്കമോ സംഘർഷമോ ഒക്കെ ഉണ്ടായിട്ടുണ്ടാവാം. അപ്പോൾ ഇവിടെ പ്രപഞ്ചശക്തി നിങ്ങളോട് പറയുന്നത് ചെറിയ കാര്യങ്ങൾ വലിയ കാര്യങ്ങളിലേക്ക് പോവാതിരിക്കാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. എല്ലാ തർക്കങ്ങളിലും നിങ്ങൾ വിജയിക്കണമെന്നില്ല. എല്ലാവർക്കും അവരുടേതായിട്ടുള്ള അഭിപ്രായങ്ങളുണ്ട്. അതിനാൽ തന്നെ എല്ലാത്തിനെയും നിങ്ങൾ കേൾക്കാനായിട്ട് ശ്രമിക്കുക. ഇവിടെ ആവേശത്തിൽ പ്രതികരിക്കുന്നതിന് പകരം ക്ഷമയോടെ ശാന്തമായിട്ട് സംസാരിച്ചാൽ അവിടെ അത്തരം സംഘർഷങ്ങളെ ഒഴിവാക്കാനായിട്ട് നിങ്ങൾക്ക് കഴിയും എന്നുള്ളതാണ് പ്രപഞ്ചം നിങ്ങളോട് പറയുന്നത്. കൂടാതെ ഇവിടെ നിങ്ങളിൽ പലരുടെയും മനസ്സിലായാലും ജീവിതത്തിലായാലും ഒരു പ്രകാശം തെളിയുന്നതായിട്ടുള്ള ഒരു ഘട്ടമാണ് ഇപ്പോൾ ഉള്ളതെന്ന് കാണുന്നുണ്ട്. അതായത് നിങ്ങളുടെ ഉള്ളിലുള്ള പഴയ വിഷമങ്ങളൊക്കെ മാറി അവിടെ പുതിയ സന്തോഷം ഉണ്ടാവുന്നതായിട്ടാണ് കാണുന്നത്. അതായത് നിങ്ങളുടെ മനസ്സിൽ ഒരു സമാധാനവും പ്രതീക്ഷയുമൊക്കെ ഈ ഒരു സമയം വന്നു ചേരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്കുള്ള പ്രപഞ്ചശക്തിയുടെ ഇന്നത്തെ സന്ദേശം ഇതായിരുന്നു. എപ്പോഴും പോസിറ്റീവായിട്ടിരിക്കാനായിട്ട് ശ്രമിക്കുക. ഏതൊരു കാര്യത്തിലും ഒരു ശുഭ പ്രതീക്ഷ കൊടുക്കുക. കൂടാതെ ഈ ഒരു റീഡിങ്ങിൽ നിന്നും നിങ്ങളുമായിട്ടും നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളുമായിട്ടൊക്കെ നിങ്ങൾക്ക് എന്താണോ പോസിറ്റീവായിട്ട് തോന്നുന്നത് അതിനെ മാത്രം എടുക്കുക. അല്ലാത്ത കാര്യങ്ങൾ വിട്ടുകളയുക. വീണ്ടും പുതിയൊരു വീഡിയോയിലൂടെ കാണാം.